ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ് ഗൈസ്. നമ്മുടെ വീട്ടിലോട്ട് എന്തൊരു പുതിയ അതിഥി വരാൻ പോവാണ്. കാണാം. അപ്പോൾ അതായിരിക്കും വീഡിയോ. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതേ നമ്മളെല്ലാവരും ബ്ലാക്ക് ആയിട്ട് ഇട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ചേച്ചി ചേട്ടൻ അപ്പച്ചനും അമ്മച്ചിയും അവിടുത്തെ അമ്മച്ചിയും കൊച്ചൊക്കെ ഉണ്ട്. സോ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഫുള്ളും കാണണേ. ഞങ്ങളുടെ ജീവിതത്തിൽ കുറേ ഡ്രീമുകളുണ്ട് കേട്ടോ, കുറേ സ്വപ്നങ്ങളുണ്ട്. അതിൽ ഒരു ഡ്രീമാണ് കേട്ടോ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഈ ബ്ലാക്കൊക്കെ ഇട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ അതിഥീനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും ബ്ലാക്ക് ഒരു തീമിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ചേച്ചി ഞാനും കൊച്ചും അപ്പച്ചനമ്മച്ചും ചേട്ടനമ്മച്ചും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തൃശ്ശൂർ വരെ പോവാണ്. അപ്പോൾ വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പൂസുട്ടനും ഓൾ സെറ്റ് എല്ലാവരും ഓൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതേ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അപ്പച്ചനൊന്നും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ എടുക്കണേ എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു ഇപ്പോൾ അപ്പച്ചനൊക്കെ പിന്നെ നാട്ടിലുണ്ട്, എന്തായാലും വണ്ടി വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തേക്കാണ് ഒരു വണ്ടി. അപ്പോൾ ഇന്ന് ഡെലിവർ ആവും. അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളതാണ് ഒരു കാർ എന്ന് പറയുന്നത്. കാർ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കാറൊക്കെ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം മർത്താക്കര കിയ ഷോറൂമിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. 2 മണിക്കാണ് ടൈം പറഞ്ഞിരുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൽ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം കാറൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അതൊക്കെ ദൈവാനുഗ്രഹമാണല്ലോ. എല്ലാവരുടെ ജീവിതത്തിലും ഇപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ദൈവത്തിൻ്റെ ഒക്കെ അനുഗ്രഹം വേണം എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്ക് കാർ എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാറ് വാങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് പിന്നെയും പറയുന്നത് ഭയങ്കര സന്തോഷമാണെന്ന്. കാരണം ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു സാധനം, ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഒരു ആഗ്രഹം മാത്രം പോരല്ലോ, അത് നിറവേറ്റാനായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറേ നാളായി ഒരു കാർ വാങ്ങണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോഴാണ് അതൊക്കെ നടന്നത് കേട്ടോ. ഇത് നമ്മുടെ പള്ളിയിൽ തോമാസ് ലീയുടെ നടക്കേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാൾ മാത്രമേ ഇല്ല കേട്ടോ, ബാക്കി എല്ലാവരും ഉണ്ട്. സോനാപ്പി അവൾ ഹോസ്റ്റലിലാണല്ലോ, എൻ്റെ അനിയത്തി ഉണ്ട് സോന. അവൾക്ക് ലീവ് കിട്ടിയിട്ടില്ല. ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ലീവ് തന്നില്ല. അപ്പോൾ പിന്നെ അവൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ മാത്രമേ, ബാക്കി ഞങ്ങളെല്ലാ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പകുതിയെത്തിയപ്പോൾ നല്ല ഒരു പുക പോലത്തെ മഴയൊക്കെ തുടങ്ങിയിട്ട് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. മഴ ഒരു ശുഭലക്ഷണമാണല്ലോ, നമ്മളെവിടേക്കും എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മഴ നല്ല ഒരു ലക്ഷണമാണെന്നാണ് കേൾക്കാറ്. അപ്പോൾ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. പിന്നെ പകുതി വെച്ചപ്പോൾ മഴ കുറയും, ഇടയ്ക്ക് കൂടും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴയൊക്കെ ഒന്ന് കുറവുണ്ട് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ തൃശ്ശൂർ എത്തനേക്കാളും മുന്നേ മർത്താക്കര ഉണ്ടല്ലോ, അവിടെ കിയയുടെ ഷോറൂമിലോട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ അടുത്ത് ആ ഒരു ഷോറൂമാണല്ലോ ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു 60 days ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട്, കാരണം ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കിയയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല ഗൈസ്, കാരണം ഞങ്ങൾ വീഡിയോഗ്രാഫറൊക്കെ ഒന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം വീഡിയോസിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഷോർട്ട് ഞാൻ ഇടുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്സിൽ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സൈൻ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതായത് നമ്മുടെ ഫോട്ടോഗ്രാഫറൊക്കെ അവിടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അവരുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിലധികം കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എനിക്കവിടെ സൈൻ ചെയ്യലൊക്കെ ആയിരുന്നു പരിപാടി. അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ അവരുടെ ആ ഒരു ഷോറൂമിലും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഈ ഒരു ബുക്കിങ്ങിൻ്റെ ഒരു സർവീസൊക്കെ നടത്തിയിരുന്നത് അബിൻ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു കേട്ടോ. ആൾ നല്ലൊരു സർവീസായിരുന്നു നമുക്ക് തന്നിരുന്നത്. എല്ലാവർക്കൊണ്ടും എല്ലാവരും നമ്മളെ മീറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു കസ്റ്റമർ സർവീസായിരുന്നു. എനിക്ക് നല്ലതായിട്ടായിട്ടാണ് തോന്നിയത്, നല്ല ഗുഡായിട്ടാണ് തോന്നിയത്. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ സൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അവിടെ കുറേ ഫോർമാറ്റ്സുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ ഡെലിവറി ചെയ്യാനായിട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവർ കോഫി ഇതൊക്കെ കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേച്ചി ഞാനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പം മോനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കലൊക്കെ ആയിരുന്നു പരിപാടി. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ടൊക്കെ നടന്നു കേട്ടോ.
പിന്നെന്താ അതേ എൻ്റെ അപ്പനും അമ്മയും അവിടുത്തെ അമ്മച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കാർ എപ്പോഴെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് കളർ ആയിരിക്കണമെന്ന് ഞങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല റിയോ ചേട്ടൻ ആയാലും എൻ്റെ ഫാമിലിക്കായാലും ബ്ലാക്ക് കളർ എടുക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ബ്ലാക്ക് കളർ കേട്ടോ. അതേപോലെ തന്നെ കിയയുടെ കാർ എടുക്കണമെന്നും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ നടന്നു കേട്ടോ. പിന്നെ നമ്മുടെ കാർ ഇതാണ് കേട്ടോ. നമ്മുടെ കാറിൻ്റെ ഡെലിവറി ചെയ്യുന്ന സമയത്തുള്ള വീഡിയോസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് എന്തായാലും അവർ റീലാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോസുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കാർ എടുത്ത് പോകാൻ കേട്ടോ. അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പച്ചനാണ് കേട്ടോ വന്ന വഴിക്ക് ഓടിച്ചിരുന്നത്. കാരണം അവിടെ നിന്ന് എടുത്തപ്പോൾ റിയച്ചേട്ടന് ചെറിയൊരു പ്രാക്ടീസ് കുറവുണ്ട്. കാരണം ആളിവിടെ അങ്ങനെ കാർ അങ്ങനെ ഓടിക്കാറില്ല. അപ്പോൾ അപ്പച്ചൻ പിന്നെ ഡ്രൈവറാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുള്ളതുകൊണ്ട് ഒരു തപ്പലുള്ളത് കൊണ്ട് അപ്പച്ചനാണ് കേട്ടോ അവിടെ നിന്ന് കാർ എടുത്തത്. പിന്നെ അങ്ങനെ ഗൈസ് നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ്. അമ്മച്ചി ഉണ്ട് കേട്ടോ കാറിൽ. എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ മറ്റേ കാറിൽ കയറിയേക്കാണ്. സോ ഭയങ്കര സന്തോഷം, ദൈവത്തിന് നന്ദി കേട്ടോ. ആ പൂസിനാണെങ്കിൽ ചെറിയൊരു ഉറക്കം വരലൊക്കെ ഉണ്ട് കേട്ടോ. ഈ പാലുടിക്കാണ്, ഉറങ്ങാൻ പോണ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കാറ് കിയ സോണറ്റ് HTK ഓപ്ഷനിലാണ് കേട്ടോ. ഭയങ്കര സന്തോഷം. ബ്ലാക്ക് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കളറാണ് കേട്ടോ. അതാണ് ഞങ്ങൾ ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാനായിട്ട് കാരണം. ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ച് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു കളറായതുകൊണ്ട് 60 days എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. 45 days ആണ് അവർ പറഞ്ഞിരുന്നെങ്കിലും 60 days ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 month ആ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മെയിൽ ബുക്ക് ചെയ്തതാണ്. അപ്പം അങ്ങനെ നമ്മുടെ കാറ് കയ്യിൽ കിട്ടി. ഭയങ്കര സന്തോഷം. ഇനി എന്തായാലും കാറിൻ്റെ വീഡിയോസുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഓരോ കാര്യങ്ങളും. ഇനി ഈ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തലയൊക്കെ ഇട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പിള്ളേരുകളൊക്കെ ഇട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ കാറ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാറ് വാങ്ങണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. വാങ്ങാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ. സോ അപ്പം അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് കാർ എത്തിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ കാർ ഇടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കിയക്കുട്ടൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്വപ്നം അങ്ങനെ നടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ കേട്ടോ. ഫുള്ള് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ് കിയ സോണറ്റ്. സോ ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മുടെ കാർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഉസുടനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൻ വന്ന വഴിക്ക് തന്നെ അവൻ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു. വണ്ടി വെച്ച് തന്നെ നല്ല ഉറക്കം തൂങ്ങലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാറ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വരും വീഡിയോസുകളിലൊക്കെ ഞാൻ കൂടുതൽ വീഡിയോസുകളൊക്കെ ഇടാം കേട്ടോ, കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. ഡെലിവറി വീഡിയോസൊക്കെ ഞാൻ എന്തായാലും റീലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഈ മീക്കിക്കുട്ടി ഉണ്ടല്ലോ, കാറ് വന്നപ്പോൾ തുടങ്ങിയുള്ള നോട്ടമാണ് കേട്ടോ. ഇത് എന്ത് ഈ സംഭവം, കുറച്ച് നേരം മുമ്പ് വരെ ഈ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ള നോട്ടത്തിലാണ് അവളുടെ ഈ ഒരു നോട്ടം കണ്ടാലോ കേട്ടോ. കാറിന് ചുറ്റും നടന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, പുതിയ സാധനം കണ്ട പോലെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കാറൊക്കെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഷോ വർക്കിലാണ് കേട്ടോ. കാറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. പിന്നെ അമ്മാമ്മ വന്നിട്ട് അപ്പോൾ അമ്മാമ്മനെ ഞാൻ പിടിച്ച് നിർത്തി. അമ്മാമ്മയുടെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമുക്കൊരു കാർ ആവശ്യമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗൈസ് അമ്മാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ വീഡിയോസുകളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയുള്ളൂ. പിന്നെ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ചായ ഉണ്ടാക്കി. പിന്നെ അത് മാത്രമല്ല ചിക്കീഷ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രൈഡ് ചിക്കനും ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഇപ്പോൾ വരുന്നു പറഞ്ഞിട്ട് നിൽക്കാതെ ഞാനിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ. അയാൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാളെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. വിശന്നിട്ട് നമ്മുടെ വയറ് കരിയണ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അയാൾ ഇവിടെ എത്തിയിട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങാണ്. ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും നല്ലൊരു ദിവസമാണല്ലോ, നല്ലൊരു നമ്മുടെ ഒരു ആഗ്രഹം നടന്നൊരു ദിവസമാണല്ലോ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ ഗൈസ് നമ്മുടെ ചെറിയൊരു വീഡിയോ വൈൻഡപ്പിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു സന്തോഷം നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.